ജീവിതം മനോഹരമായി തീരുന്നത് അത് സിമ്പിളായി കഴിയുമ്പോഴാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഓരോരുത്തരുടെ ചിന്താഗതിക്കും വ്യത്യാസം ഉണ്ടാകും. ഞാനിങ്ങനെയാണ് ചിന്തിക്കുന്നത്. വീട്ടിൽ വന്നതിന് ശേഷം വീടിൻ്റെ മണവും ആടിനെയും പശുവിനെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. കുറേ നാളുകൾക്ക് ശേഷം കേട്ടോ ഇങ്ങനെ ഒന്ന് കാണാനൊക്കെ പറ്റുന്നത്. ഈ കുട്ടി ചാനൽ ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ജാതിക്കൊക്കെ ഏതാണ്ട് പരുവായിട്ടുണ്ടായിരുന്നു, പക്ഷെ ചെറിയ ജാതിക്ക് കഴിക്കാനാട്ടോ ടേസ്റ്റ് കൂടുതൽ. ആടിനെ കെട്ടുന്നതിനിടയിൽ കുറച്ച് മഞ്ഞൾ കണ്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞളാട്ടോ എടുക്കുന്നത്. പച്ചമഞ്ഞളാണ് വീട്ടിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്, മഞ്ഞൾപ്പൊടി ഉപയോഗിക്കാറുണ്ട്. ഈ മഞ്ഞൾ ഉണക്കി പൊടിച്ചെടുത്തിട്ടാട്ടോ മഞ്ഞൾപ്പൊടി ഉണ്ടാക്കിയെടുക്കുന്നത് സാധാരണയായിട്ട്. പറമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാണും കേട്ടോ, കഴിക്കാനും കൊണ്ടുപോകാനും വീട്ടിലേക്ക് എടുത്തുകൊണ്ട് പോകാനൊക്കെ ആയിട്ട്. കണ്ണിമാങ്ങ അടർന്ന് വീണിട്ടുണ്ടായിരുന്നു, അതാട്ടോ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല കാന്താരി മുളകും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ. പിന്നെ നമ്മുടെ കുമ്പിളപ്പം ഉണ്ടാക്കുന്നത്, അതിൻ്റെ സ്മെല്ലും പറയേ വേണ്ട. ഈ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, എങ്കിലും പണ്ടത്തെ മുന്തിരി ആയിട്ടാട്ടോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ നാക്ക് നല്ല രീതിയിൽ കറുത്ത് വരുമായിരുന്നു. അതാട്ടോ കാണിച്ചേ, പക്ഷേ ഈ പ്രാവശ്യം കറുത്തിട്ടുണ്ടായിരുന്നില്ല. എന്താണെങ്കിലും പോകുന്ന വഴിക്ക് ചെറിയ പാവയ്ക്കയും കിട്ടിയിട്ടുണ്ട്, കാട്ടിലെ പാവയ്ക്ക. അത് മമ്മി പറിച്ചു തന്നതാട്ടോ.